أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഇൽമു നഹ്വിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അൽ ഹാലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച. ഒരവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്ത് ആ ഫായിലിൻ്റെയോ അല്ലെങ്കിൽ മഫ്ഊലിൻ്റെയോ ഒക്കെ അവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഹാല് വരാറുള്ളത്. അക്ബറൽ ലൈഫു മുസ്തബ്ശിറൻ എന്ന് പറയുമ്പോൾ അക്ബറൽ ലൈഫു അതിഥി വന്നു, മുസ്തബ്ശിറൻ വളരെ സന്തോഷത്തോടുകൂടെ സന്തോഷവാനായ സ്ഥിതിയിൽ അവൻ വന്നു എന്ന് പറയുമ്പോൾ ആ വന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് അവൻ വന്നത് എന്ന ആ ഒരു അവസ്ഥ വിശദീകരിക്കാനാണ് ഹാല് വരുന്നത്. ഇവിടെ മുസ്തബ്ശിറൻ എന്നത് ഹാലാണ്. ഹാലിൻ്റെ നിർവചനം പറയുകയാണെങ്കിൽ അൽ ഹാലു വസ്ഫുൻ ഫളുലത്തുൻ, അതൊരു ഫളുലയായ വസ്ഫാണ്. ഫളുല എന്ന് പറഞ്ഞാൽ വാഖിഉൻ ബഅദ തമാമിൽ കലാമി, കലാമ് പൂർത്തിയായതിൻ്റെ ശേഷം സംഭവിക്കുന്ന ഒന്ന്. ഉംദ എന്നതിൻ്റെ നേരെ മാറ്റമാണ് ഫളുല എന്നുള്ളത്. ഉംദ എന്ന് പറഞ്ഞാൽ അവിഭാജ്യ ഘടകമെന്നർത്ഥം. ഉംദ ഈ ഉംദ അല്ലാത്തത് ആണ് ഫളുല എന്നുള്ളത്. ഉംദ എന്ന് പറഞ്ഞാൽ അവിഭാജ്യമായ ഘടകമാണ്. ഒരു ജുംലയായി തീരണമെങ്കിൽ അനിവാര്യമായ ഘടകമാണ് ഉംദ. രണ്ട് തരം ജുംലകളാണ് ഉള്ളത്. ഒന്ന് ഇസ്മിയായ ജുംലയാണ്, മറ്റൊന്ന് ഫിഅലിയായ ജുംലയാണ്. ഇസ്മിയായ ജുംലയാണെങ്കിൽ അവിടെ മുബ്തദഉം ഖബറുമാണ് ഉംദ, അനിവാര്യമായ ഘടകം. അതേസമയം ഫിഅലിയായ ജുംലയാണെങ്കിൽ ഫിഅലും ഫാഇലുമാണ് ഉംദ, അവിഭാജ്യമായ ഘടകം. അതല്ലാത്ത മുഴുവനും മഫ്ഊലുകളും ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം എക്സ്ട്രാ വരുന്നുണ്ടോ ഇതിനൊക്കെ ഫളുല എന്നാണ് പറയുക. അപ്പോൾ ഹാല് എന്നുള്ളത് അതൊരു ഫളുലയായ ഒരു വസ്ഫായിരിക്കും. മൻസൂബുൻ, അതിൻ്റെ ഇഅ്റാബ് നസ്ബായിരിക്കും. എന്തിനാണ് ഹാല് കൊണ്ടുവരുന്നത്? യുഅ്താബിഹി, ഹാല് കൊണ്ടുവരപ്പെടുന്നു ലി ബയാനി ഹൈഅത്തി സ്വാഹിബിഹി, സ്വാഹിബ് ഹാലിൻ്റെ ആ അവസ്ഥയെ വിശദീകരിക്കാൻ വേണ്ടി. ആരുടെ ഹാലാണോ പറയുന്നതെങ്കിൽ അവരുടെ ആ അവസ്ഥ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരിക. എപ്പോൾ ഹീന വുഖൂഇൽ ഫിഅലി സംഭവിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഒരു ഫിഅലി സംഭവിക്കുന്ന സമയത്ത് ഫാഇലിൻ്റെയോ അല്ലെങ്കിൽ മഫ്ഊലിൻ്റെയോ ഒക്കെ അവസ്ഥ, ആ അവസ്ഥയെ വിശദീകരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന മൻസൂബായ ഫളുലയായ വസ്ഫാണ് ഹാല് എന്നുള്ളത്. അതല്ലെങ്കിൽ മറ്റൊരു നിർവചനത്തിൽ വസ്ഫുൻ ഫളുലത്തുൻ യഖഉ ഫി ജവാബി കൈഫ എന്നതിൻ്റെ ജവാബിൽ സംഭവിച്ച, കൈഫ എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫളുലയായ വസ്ഫ് എന്നൊക്കെ ഹാലിനെ കുറിച്ച് നിർവചനങ്ങൾ പറയാറുണ്ട്. ഉദാഹരണം നോക്കൂ. മിസ്ലു അക്ബറൽ ലൈഫു മുസ്തബ്ശിറൻ, അക്ബറൽ ലൈഫു മുസ്തബ്ശിറൻ, അതിഥി വന്നു. അക്ബല മുന്നിട്ട് വന്നു, അല്ലൈഫു അതിഥി, ഇത് ഫീലും ഫായിലുമാണ്. എങ്ങനെ വന്നത്? കൈഫ, എങ്ങനെയാണ് ആ അതിഥി വന്നതെന്നറിയോ? മുസ്തബ്ശിറൻ, അവൻ തന്നെ സന്തോഷിക്കുന്നവനായ സ്ഥിതിയിൽ, വളരെ സന്തുഷ്ടനായ സ്ഥിതിയിൽ അവൻ വന്നു. ഇവിടെ മുസ്തബ്ശിറൻ എന്നത് ഹാലാണ്. ആരുടെ ഹാലാണ്? അല്ലൈഫു എന്ന സ്വാഹിബ് ഹാലിൻ്റെ, അല്ലൈഫു എന്ന ഫാഇലിൻ്റെ ഹാലാണ് മുസ്തബ്ശിറൻ എന്നുള്ളത്. അപ്പോൾ ലൈഫിനെ സ്വാഹിബ് ഹാല് എന്നും മുസ്തബ്ശിറൻ എന്നതിനെ ഹാല് എന്നും പറയും. നസർത്തു സൈദൻ മദ്ലൂമൻ, നസർത്തു ഞാൻ സഹായിച്ചു, സൈദൻ സൈദിനെ സഹായിച്ചു, മദ്ലൂമൻ സൈദ് തന്നെ മദ്ലൂമായ സ്ഥിതിയിൽ, ആക്രമിക്കപ്പെട്ടവനായ സ്ഥിതിയിൽ. ഇവിടെ മഫ്ഊലാകുന്ന സൈദിൻ്റെ ഒരു വിശേഷണം. എങ്ങനെയാണ് നീ സൈദിനെ സഹായിച്ചത്? നീ സൈദിനെ സഹായിക്കുന്ന അവസരത്തിൽ അവൻ്റെ അവസ്ഥ എന്തായിരുന്നു? കൈഫ, എങ്ങനെയായിരുന്നു അവൻ്റെ അവസ്ഥ എന്ന് സൂചിപ്പിക്കാനാണ് മദ്ലൂമൻ എന്ന ഹാല് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ സിഫത്തായിട്ട് തോന്നും. അപ്പോൾ സിഫത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ കഴിഞ്ഞതാണ്. സിഫത്തിൻ്റെ നിയമത്തിൽ പറഞ്ഞതാണ് സിഫത്തും മൗസൂഫും മഅരിഫയാവണം.
മാരിഫ നക്കീർ വിഷയത്തിൽ ഒക്കണം എന്ന് പറഞ്ഞതായിരുന്നു. സെയ്ദ് അലമാണ്, മാരിഫയാണ്. അതുകൊണ്ട് സെയ്ദിൻ്റെ സിഫത്ത് പറയുമ്പോൾ അൽ മദ്ലൂം എന്ന് മാരിഫയായ സിഫത്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നക്കീറയെ കൊണ്ട് സിഫത്ത് പറയില്ല മാരിഫക്ക്. അപ്പോൾ ആ നിയമം വെച്ച് നോക്കുമ്പോൾ മദ്ലൂമൻ എന്നുള്ളത് സിഫത്താക്കാൻ പറ്റൂല. മറ്റൊന്ന് ആദൽ ജയ്ഷു ലോഫിറൻ. അപ്പോൾ സിഫത്താക്കുമ്പോൾ എങ്ങനെ പറയേണ്ടത്? നസർത്തു സെയ്ദനിൽ മദ്ലൂമ, നസർത്തു സെയ്ദനിൽ മദ്ലൂമ എന്നാണ് സിഫത്താക്കുമ്പോൾ പറയേണ്ടത്. നസർത്തു സെയ്ദൻ അൽ മദ്ലൂമ, ഇങ്ങനെയാണ് സിഫത്താക്കുമ്പോൾ പറയേണ്ടത്. ഇനി അടുത്ത ഉദാഹരണം ആദൽ ജയ്ഷു ലോഫിറൻ. ആദൽ ജയ്ഷു സൈന്യം മടങ്ങി, ലോഫിറൻ അവർ തന്നെ വിജയിച്ചവരായ സ്ഥിതിയിൽ അവർ മടങ്ങി. ഇവിടെ ലോഫിറൻ എന്നത് ഹാലാണ്, ജയ്ഷ് സ്വാഹിബ് ഹാല്, അതായത് ആദയുടെ ഫായിലാണ് ജയ്ഷ്, ആ ഫായിലിൽ നിന്ന് ഹാലാണ് ലോഫിറൻ എന്നുള്ളത്. അക്ബലൽ മദ്ലൂമു ബാക്കിയൻ. അക്ബലൽ മദ്ലൂമു, മദ്ലൂമ് മുന്നിട്ട് വന്നു, ആക്രമിക്കപ്പെട്ടവൻ വന്നു, ബാക്കിയൻ അവൻ തന്നെ കരയുന്നവനായ സ്ഥിതിയിൽ. അപ്പോൾ അവൻ വന്ന അവസ്ഥ എങ്ങനെയാണ്? കൈഫ എങ്ങനെയാണ് എന്ന് വിശദീകരിച്ചിരുന്ന ഒരു മൻസൂബായ വസ്ഫാണ് ബാക്കിയൻ എന്നുള്ളത്. ജറൽ മാഉ വെള്ളം ഒഴുകി, സോഫിയൻ തെളിഞ്ഞതായ സ്ഥിതിയിൽ. ഇതൊക്കെ ഹാലിൻ്റെ ഉദാഹരണങ്ങളാണ്. അവിടെ അലിഫ്ലാമില്ലെങ്കിൽ ജറാ മാഉൻ സോഫിൻ, സോഫിയൻ എന്നാവൂല, ജറാ മാഉൻ സോഫിൻ സിഫത്താക്കി ഒക്കെ ആണെങ്കിൽ സോഫിയൻ, അതായത് സ്വാഹിബ് ഹാല് മാരിഫി ആവൽ നിർബന്ധമാണ്. സ്വാഹിബ് ഹാല് മാരിഫി ആവൽ നിർബന്ധമാണ്. ഹാല് നക്കിറയായിരിക്കും, സ്വാഹിബ് ഹാല് മാരിഫയും ആയിരിക്കും. ഇനി ഇവിടെ ഹാല് ആർക്കൊക്കെ വിശദീകരണമായിട്ട് വരാം? നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞതിലൊക്കെ ഫായിലിൽ നിന്ന് ഹാല് വന്നിട്ടുണ്ട്, എന്നതുപോലെ മഫ്ഊൽ ബിഹിയിൽ നിന്ന് ഹാല് വന്നിട്ടുണ്ട്. ഈ ഫായിലിൽ നിന്നും മഫ്ഊൽ ബിഹിയിൽ നിന്നും മാത്രമാണോ ഹാല് വരിക? നമുക്ക് നോക്കാം. തുബയ്യിനുൽ ഹാലും ഹൈഅത്തുൽ ഫായിലി, ഹൈഅത്തുൽ മഫ്ഊൽ ബിഹി, ഹൈഅത്തുൽ ഫായിലി വൽ മഫ്ഊൽ ബിഹി മഅൻ, അതുപോലെ ഹൈഅത്ത് നായിബിൽ ഫായിലി, ഹൈഅത്തുൽ ഇസ്മിൽ മജ്റൂർ, ഹൈഅത്തുൽ മുദാഫ് ഇലൈഹി, ഇങ്ങനെ പലതിൻ്റെയും അവസ്ഥ വിശദീകരിക്കാൻ വേണ്ടി നമ്മുടെ ഹാല് വരാറുണ്ട്. ഇപ്പോൾ നോക്കൂ, ഓരോന്ന് ഉദാഹരണം നോക്കാം. ഒന്നാമത്തത് ഫായിലിൻ്റെ ഹൈഅത്ത് വിശദീകരിക്കാൻ. ജലസ ആദമു നായിമൻ. ജലസ ആദമു, ആദമ് ഇരുന്നു, അവൻ തന്നെ നായിമൻ ഉറങ്ങുന്നവനായ സ്ഥിതിയിൽ. ഇവിടെ ആദമു എന്നുള്ളതിൽ നിന്ന്, ആ ഫായിലിൽ നിന്ന് ഹാലാണ് നായിമൻ എന്നുള്ളത്. ഇനി മഫ്ഊൽ ബിഹിയിൽ നിന്ന് ഹാല്. ഷാഹത്തുൽ ലാഇബ, ഷാഹത്തു ഞാൻ കണ്ടു, അൽ ലാഇബ കളിക്കാരനെ ഞാൻ കണ്ടു, മാഹിറൻ അവൻ തന്നെ നിപുണനായ സ്ഥിതിയിൽ, അഗ്രഗണ്യനായ സ്ഥിതിയിൽ. അവിടെ ലാഇബ എന്ന ആ മഫ്ഊലിൽ നിന്ന് ഹാലാണ് മാഹിറൻ എന്നുള്ളത്. പിന്നെ ഫായിലും മഫ്ഊൽ ബിഹി രണ്ടിൽ നിന്നും ഒരുമിച്ച് ഹാല് വരാറുണ്ട്. ഉദാഹരണം നോക്കൂ. സ്വാഫഹർ റജുലു സ്വാഹിബഹു മുത്തഹാബൈനി. സ്വാഫഹർ റജുലു, ഒരു റജുല് കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്തു. ആരെ? സ്വാഹിബഹു തൻ്റെ കൂട്ടുകാരനെ. അവർ തന്നെ മുത്തഹാബൈനി പരസ്പരം ഇഷ്ടപ്പെടുന്നവരായ സ്ഥിതിയിൽ. ആ മുത്തഹാബൈനി എന്ന് തസ്നിയായി കൊണ്ടുവന്നു. എന്ത് കാരണം? ഇവിടെ ഈ റജുല് എന്ന ഫായിലിൽ നിന്നും സ്വാഹിബ എന്ന മഫ്ഊല് ഈ രണ്ടിൻ്റെയും ഹാലാണ്, രണ്ടിൽ നിന്നും ഹാല് വന്നാണ് തസ്നിയായി കൊണ്ടുവന്നു. ഇങ്ങനെ രണ്ടിൽ നിന്ന് ഒരുമിച്ച് ഹാല് വരാറുണ്ട്. അതുപോലെ നായിബ് ഫായിലിൽ നിന്ന് ഹാല് വരാറുണ്ട്. ഖുലിഖൽ ഇൻസാനു ലഈഫ. ഖുലിഖൽ ഇൻസാനു മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഖുലിഖ എന്നതിൻ്റെ നായിബ് ഫായിലാണ് ഇൻസാൻ, അവൻ തന്നെ ലഈഫൻ ദുർബലനായ സ്ഥിതിയിൽ. പിന്നെ അൽ ഇസ്മിൽ മജ്റൂർ, ജറിൻ്റെ ഹർഫുകളെ കൊണ്ട് ജർ ചെയ്യപ്പെടുന്ന മജ്റൂറായ ഇസ്മിൽ നിന്ന് ഹാല് വരാറുണ്ട്. ഉദാഹരണം നോക്കൂ. മറർത്തു ബിൽ അസ്തിഖായി, ഞാൻ കൂട്ടുകാരുടെ അടുത്തുകൂടെ നടന്നുപോയി, ആ കൂട്ടുകാർ തന്നെ ജാലിസീന ഇരിക്കുന്നവരായ സ്ഥിതിയിൽ. ഇവിടെ അസ്തിഖാ എന്ന ബാഇൻ്റെ മജ്റൂറാകുന്ന അസ്തിഖായിൽ നിന്ന് ഹാല്. പിന്നെ അൽ മുദാഫി ഇലൈഹി, മുദാഫി ഇലൈഹിയിൽ നിന്ന് ഹാല് വരാറുണ്ട്. ഉദാഹരണത്തിന് ഉഹിബ്ബു തനാവുലൽ ഫാക്കിഹത്തി താസജത്തൻ. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, തനാവുലൽ ഫാക്കിഹത്തി ഫ്രൂട്ട്സ് കഴിക്കൽ ഇഷ്ടപ്പെടുന്നു, ആ ഫ്രൂട്ട്സ് തന്നെ ത്വാസജത്തൻ പഴുത്ത് പാകമായ സ്ഥിതിയിൽ.
ഇവിടെ ഇങ്ങനെ പലതിൽ നിന്ന് സ്വാഹിബ് ഹാല് വരാറുണ്ട്. അപ്പോൾ സ്വാഹിബ് ഹാല് ഫായിലാവാം, മഫ്ഊൽ ബിഹി ആവാം, നായിബ് ഫായിലാവാം. അത് മുമ്പാരും ചോദിച്ചിരുന്നു, ഫായിലിൽ നിന്നോ മഫ്ഊൽ ബിഹിൽ നിന്ന് മാത്രമാണോ ഹാല് വരാ എന്ന് ചോദിച്ചിരുന്നു. സാധാരണഗതിയിൽ ഫായിലിൽ നിന്നും മഫ്ഊൽ ബിഹിൽ നിന്നാണ് വരിക, എല്ലാത്തതിൽ നിന്നും വരാറുണ്ട്. ഇനി വൽ ഗാലിബു ഫിൽ ഹാലി അൻ തഅതി മുസ്തഖത്തൻ. ഹാല് സാധാരണഗതിയിൽ മുസ്തഖായിട്ടാണ് വരിക. മുസ്തഖ് എന്ന് പറഞ്ഞാൽ ഒരു മസ്ദറിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന വസ്ഫുകളുണ്ട്. ഇസ്മു ഫായിൽ, ഇസ്മു മഫ്ഊല്, സിഫത്ത് മുഷബ്ബഹ് തുടങ്ങിയ വസ്ഫുകളുണ്ട്. ഇതാണ് മുസ്തഖുകൾ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ മുസ്തഖായിട്ടാണ് ഹാല് വരാറ്. അതിനൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ മറർത്തു ബിൽ അസ്തിഖായി ജാലിസീന എന്ന് പറയുമ്പോൾ ജലസ്, ജിലിസ്, ജുലൂസ് എന്ന മസ്ദറിൽ നിന്ന് പിടിച്ചെടുത്ത ഇസ്മു ഫായിലാണല്ലോ. എന്നതുപോലെ ഖുലിഖൽ ഇൻസാനു ലഈഫ, ലഉഫ ലുഉഫ് എന്ന് പറയുന്ന മസ്ദറിൽ നിന്ന് പിടിച്ചെടുത്ത ഫഈൽ വസനാണ് ലഈഫ്. ഇങ്ങനെ തുടങ്ങി മുത്തഹാബൈൻ ഒക്കെ അങ്ങനെ തന്നെയാണ്. ഈ ത്വാസിജ് ഒക്കെ എന്താണ് മുസ്തഖുകളാണ്. മുസ്തഖുകളായിട്ടാണ് സാധാരണഗതിയിൽ ഹാല് വരാറ്. അതേസമയം വഖത്തിൽ ഹാലു ജാമിദത്തൻ, ചിലപ്പോൾ ജാമിദായി മുസ്തഖല്ലാത്ത ജാമിദായിട്ടും ഹാല് ചിലപ്പോൾ വരാറുണ്ട്. കത് തഅത്തി എന്നാണ്. തഅത്തി എന്നത് മുദാരിയായ ഫീലാണ്. മുദാരിയായ ഫീലിന് മുമ്പ് കത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് വരും, വളരെ അപൂർവമായിട്ട് വരും. ഇങ്ങനെ തഖ്ലീലിൻ്റെ അർത്ഥമാണ് കിട്ടുക. മാലിയുടെ മുമ്പ് കത് വന്നാൽ തീർച്ചയായും എന്നർത്ഥം കിട്ടും. കത് ജാ, തീർച്ചയായിട്ടും വന്നിരിക്കുന്നു. മുദാരിന് മുമ്പ് കത് വന്നാൽ ചിലപ്പോൾ, വളരെ അപൂർവമായിട്ട് എന്നൊക്കെ അർത്ഥം കിട്ടും. അപ്പോൾ വഖത്ത് എത്തി ചിലപ്പോൾ വരും. അൽ ഹാലു, ഹാല് ജാമിദത്തൻ, ജാമിദായിട്ട് വരാറുണ്ട്. അതിൽപ്പെട്ട ഉദാഹരണം നോക്കുക. മിൻഹു, അതിൽപ്പെട്ടതാണ് ഖൗലുന, നമ്മുടെ വാക്ക്. ഉദ്ഖുലു അൽ ഖാഅത, നിങ്ങൾ ഹാളിലേക്ക് പ്രവേശിക്കുകയും. റജുലൻ റജുല, റജുലൻ റജുല. ഇവിടെ റജുൽ എന്നുള്ളത് മുസ്തഖ് അല്ലല്ലോ, ഒരു മസ്ദറിൽ നിന്ന് പിടിച്ചെടുത്ത ഇസ്മു ഫായിലോ ഇസ്മു മഫ്ഊലോ അങ്ങനെ ഒന്നുമല്ല. ഇവിടെ നിങ്ങൾ തന്നെ ഓരോരുത്തരായ സ്ഥിതിയിൽ, ഓരോ ആളുകളായ സ്ഥിതിയിൽ പ്രവേശിക്കുകയും എന്ന അർത്ഥത്തിന് റജുലൻ റജുല എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നാമത്തെ റജുലൻ എന്നുള്ളത് അത് ഹാലായിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്തല്ല, മുസ്തഖ് അല്ല. ഇങ്ങനെ മുസ്തഖല്ലാതെയും ചിലപ്പോൾ ചില സന്ദർഭത്തിൽ വരാറുണ്ട്, അപൂർവമായിട്ട്. പിന്നെ ഹാലിൻ്റെ നിബന്ധന എന്ന് പറയുന്നത് വശർത്തുഹ അത്തൻകീറു, നെക്കിറയായിട്ട് വരിക എന്നതാണ് ഹാലിൻ്റെ ഒരു നിബന്ധന. അതേസമയത്ത് ഇനി വൈദാ ജാ ബി ലഫ്ദിൽ മഅരിഫ, മഅരിഫയുടെ ലഫ്ദ് കൊണ്ട് അഥവാ വന്നു കഴിഞ്ഞാൽ വജബ തഅ്വീലുഹ നക്കിറത്തൻ, അതിനെ നെക്കിറയായി തഅ്വീൽ ചെയ്യൽ നിർബന്ധമാണ്. സാധാരണഗതിയിൽ നെക്കിറയായിട്ട് മാത്രമാണ് ഹാല് വരാറ്. അഥവാ മഅരിഫയായിട്ട് വന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ചാൽ, അങ്ങനെ വന്നാൽ അതിനെ നെക്കിറയായിട്ട് തഅ്വീൽ ചെയ്യൽ നിർബന്ധമാണ്. നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടുവന്ന ഉദാഹരണങ്ങളൊക്കെ നെക്കിറയായിട്ടായിരുന്നു ഹാല് വന്നിരുന്നത്. ഇനി മഅരിഫയായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഉദാഹരണം പറയാം. അങ്ങനെ വരുമ്പോൾ അതിന് നെക്കിറായിട്ട് തഅ്വീൽ ചെയ്യണം. ഉദാഹരണത്തിന് ഇജ്തഹിദ് വഹ്ദക, ഇജ്തഹിദ് നീ അധ്വാനിക്കുക, വഹ്ദക നീ തന്നെ ഏകനായ സ്ഥിതിയിൽ, ഒറ്റക്കായ സ്ഥിതിയിൽ നീ അധ്വാനിക്കുക. ഇവിടെ വഹ്ദ എന്നതിനെ ക എന്നതിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ എന്തായാലും അത് മഅരിഫയായി. ഈ വഹ്ദ എന്നുള്ളതാണ് ഇവിടുത്തെ ഹാല്. ഇവിടെ ഹാല് മഅരിഫയായിട്ട് വന്നു. ഇവിടെ ഇതിനെ നെക്കിറയായിട്ട് തഅ്വീൽ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ എന്താ തഅ്വീൽ ചെയ്യേണ്ടത്? ഇജ്തഹിദ് നീ അധ്വാനിച്ചോ, വഹീദൻ നീ ഏകനായ സ്ഥിതിയിൽ, അതല്ലെങ്കിൽ ഇജ്തഹിദ് മുഫ്രദൻ നീ ഒറ്റക്കായ സ്ഥിതിയിൽ നീ അധ്വാനിച്ചോ എന്ന് ഒരു മുഫ്രദൻ അല്ലെങ്കിൽ വഹീദൻ എന്നൊക്കെ നെക്കിറയായിട്ട് അതിനെ തഅ്വീൽ ചെയ്യണം. മറ്റൊന്ന് ഉദ്ഖുലു അൽ അവ്വല ഫൽ അവ്വല, ഉദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുകയും, അൽ അവ്വല ഫൽ അവ്വല ആദ്യം വന്നവർ ആദ്യം എന്ന സ്ഥിതിയിൽ നിങ്ങൾ പ്രവേശിക്കുകയും എന്ന് പറയുമ്പോൾ അവിടെ ഹാലായിട്ട് വന്നത് അൽ അവ്വല ഫൽ അവ്വല, ഇങ്ങനെ ഒരു അലിഫ്ലാമൊക്കെയുള്ള ഒരു മഅരിഫയാണ് ഹാലായിട്ട് വന്നത്. അതിനെ നിക്കറിയായിട്ട് തഅ്വീൽ ചെയ്യുന്ന നിർബന്ധമാണ്. അപ്പോൾ എങ്ങനെ തഅ്വീൽ ചെയ്യുക? ഉദ്ഖുലു മുതറത്തിബീന, നിങ്ങൾ ആ ഒരു വഴിയായ സ്ഥിതിയിൽ നിങ്ങൾ പ്രവേശിക്കുകയും എന്ന ഒരു മുതറത്തിബീന എന്ന് പറയുന്ന ഒരു നിക്കറിയായിട്ട് തഅ്വീൽ ചെയ്യണം. ഹാവൽതു ജുഹ്ദി ലിതഹ്ഖീഖി തുമൂഹി, ഹാവൽതു ഞാൻ അധ്വാനിച്ചു, ജുഹ്ദി ഞാൻ തന്നെ വല്ലാതെ പരിശ്രമിക്കുന്നവനായ സ്ഥിതിയിൽ, ലിതഹ്ഖീഖി തുമൂഹി എൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ അധ്വാനിച്ചു.
ഇവിടെ ജുഹുദി എന്നതിനെ മുത്തകല്ലിമിൻ്റെ യാ ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്തു, മാരിഫിയാണ്. അതിനെ നെക്കിറിയായിട്ട് തെവീൽ ചെയ്യണം. ഹാവൽത്തു ജാഹിദൻ എന്ന് തെവീൽ ചെയ്യണം. ഇങ്ങനെ മാരിഫിയായിട്ട് വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അതിന് നെക്കിറിയായിട്ട് തെവീൽ ചെയ്യൽ നിർബന്ധമാണ്. കാരണം ഹാലിൻ്റെ ഒരു നിബന്ധനയാണ് അത് നെക്കിറിയായിട്ട് വരാമെന്നുള്ളത്. ഇനി ഷർത്തു സ്വാഹിബിഹ അത്തൻകീറു അവി തഖ്സീസു അവി തഅമീമു അവി തഅഖീർ. ആ ഒരു പോയിൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം സ്കിപ്പ് ചെയ്യട്ടോ, കുറച്ച് വിശദീകരിക്കാണ്ട് ഇവിടെ കൊടുത്തിട്ടില്ല. ഇനി തജീഉൽ ഹാലു ഇസ്മൻ മുഫ്രദൻ വ ജുംലത്തുൻ ഇസ്മിയ വ ജുംലത്തുൻ ഫിഅലിയ വ ലർഫൻ വ ജാറൻ വ മജ്റൂറ. ഇനി ഹാല് മുഫ്രദായ ഇസ്മായി വരാറുണ്ട്, അതുപോലെ ജുംലയായിട്ട് വരാറുണ്ട്. ജുംലയാകുമ്പോൾ തന്നെ ഇസ്മിയ ജുംലയായിട്ടും ഫിഅലിയ ജുംലയായിട്ടൊക്കെ വരാറുണ്ട്. അതുപോലെ ലർഫ് ജാറ് മജ്റൂർ ഒക്കെ ആയിട്ട് വരാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹാല് 3 രൂപത്തിൽ വരും. ഒന്ന് മുഫ്രദായ ഇസ്മ് ആയിട്ട് ഹാല് വരാറുണ്ട്, എന്നതുപോലെ തന്നെ ജുംലയായിട്ട് ഹാല് വരാറുണ്ട്. അത് ഫീലിയ ജുംലയും പെട്ടു, ഇസ്മിയ ജുംലയും പെട്ടു. എന്നതുപോലെ തന്നെ ഷിബ്ഹ് ജുംലയായിട്ട് വരാറുണ്ട്. ഷിബ്ഹ് ജുംല എന്ന് പറയുമ്പോൾ ലർഫ് പെട്ടു, അതുപോലെ ജാറ് മജ്റൂറും പെട്ടു. ഇങ്ങനെ മുഫ്രദായിട്ടും ജുംലയായിട്ടും ഷിബ്ഹ് ജുംലയായിട്ടും ഹാല് വരാറുണ്ട്. അതൊന്ന് വിശദീകരിച്ച് പറയുമ്പോൾ 5 രൂപത്തിൽ പറയാം. മുഫ്രദായ ഇസ്മായിട്ട്, ഇസ്മിയ ജുംലയായിട്ട്, ഫീലിയ ജുംലയായിട്ട്, ലർഫായിട്ട്, ജാറ് മജ്റൂറായിട്ട് ഒക്കെ ഹാല് വരാം. ഉദാഹരണത്തിന് അക്ബലൽ മദ്ലൂമു ബാക്കിയൻ. അവർ ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലുണ്ടോ? ഇസ്മൻ മുഫ്രദൻ, മുഫ്രദായ ഇസ്മായിട്ട് ഹാല് വരും. ഉദാഹരണത്തിന് അക്ബലൽ മദ്ലൂമു ബാക്കിയൻ. അക്ബലൽ മദ്ലൂമു, മദ്ലൂമ് മുന്നിട്ട് വന്നു, ബാക്കിയൻ അവൻ തന്നെ കരയുന്നവനായ സ്ഥിതിയിൽ. ഇവിടെ ബാക്കിയൻ എന്ന് പറയുന്ന ഒരു മുഫ്രദായ ഇസ്മായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നതുപോലെ റജഅൽ ഖായിദു മൻസൂറൻ. ഖായിദ് എന്ന് പറഞ്ഞാൽ സൈന്യാധിപൻ, സൈന്യാധിപൻ മടങ്ങി അവൻ തന്നെ മൻസൂറൻ, മൻസൂറായ സ്ഥിതിയിൽ. മൻസൂർ എന്ന് പറഞ്ഞാൽ എന്താണ്, സഹായിക്കപ്പെട്ടവനായ സ്ഥിതിയിൽ, അതായത് വിജയിച്ചവനായ സ്ഥിതിയിൽ മടങ്ങി. ഇവിടെയൊക്കെ ബാക്കിയൻ എന്നുള്ളത്, മൻസൂറൻ എന്നുള്ളതൊക്കെ മുഫ്രദായ ഇസ്മാണ്. ഇതിൽ സംശയങ്ങളുണ്ടോ? ഒരു മിനിറ്റ്, ഇതിലൊരു മുംജിദ എന്ന് പറയുന്ന ഒരു കുട്ടികളടുത്താണ് ഫോണ് ഡിസ്റ്റർബ് ആവുന്നുണ്ട് ഇങ്ങനെ സ്റ്റിക്കർ ഇട്ടോണ്ടിരിക്കുമ്പോഴേ. ഓക്കെ. ഇനി ജുംലത്തുൻ ഇസ്മിയ, ഇസ്മിയായ ജുംലയായിട്ട് വരാറുണ്ട്. ഉദാഹരണത്തിന് ജാഅനി സെയ്ദുൻ വ ശഅറുഹു സായിറുൻ. ജാഅനി സെയ്ദുൻ, എൻ്റെ അടുക്കൽ സെയ്ദ് വന്നു. ഏത് സ്ഥിതിയിൽ വന്നു? വ ശഅറുഹു സായിറുൻ, അവൻ്റെ മുടി പാറിക്കളിക്കുന്നു, ആ രൂപത്തിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു. അല്ലെങ്കിൽ മുടിയാകെ ചടക്കുത്തി, അല്ലെങ്കിൽ മുടി ഇങ്ങനെ പാറിക്കളിക്കും, എണ്ണ തേക്കാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അതാണ് സായിർ അറിയാം. ഇങ്ങനെ മുടി പാറിയ സ്ഥിതിയിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു. ഇവിടെ ഈ വ ശഅറുഹു സായിറുൻ എന്ന ഷഅർ എന്ന് പറയുന്ന മുബ്തദഉം സായിറുൻ എന്ന് പറയുന്ന ഖബറും, ഇത് രണ്ടും കൂടിയിട്ടുള്ള ഇസ്മിയായ ജുംലയാണ് ഇവിടെ ഹാലായിട്ട് വന്നിട്ടുള്ളത്. എന്നതുപോലെ ഹളറൽ ദുയൂഫു വൽ മുളീഫു ഗായിബുൻ. ഹളറൽ ദുയൂഫു, അതിഥികൾ ഹാജരായി, ഏത് സ്ഥിതിയിൽ? വൽ മുളീഫു ഗായിബുൻ, ആതിഥേയൻ സ്ഥലത്തില്ല, ആതിഥേയൻ ഗായിബാണ്, ആ സ്ഥിതിയിൽ ദുയൂഫ് ഹാജറായി. ഇവിടെ വൽ മുളീഫു ഗായിബുൻ എന്നുള്ള ഇസ്മിയ ജുംലയാണ് ഹാലായി വന്നിട്ടുള്ളത്. അതുപോലെ ഫിഅലിയ ജുംല ഹാലായിട്ട് വരാറുണ്ട്. സമിഅ്തു സെയ്ദൻ യഖൂലു, ഞാൻ സെയ്ദിനെ കേട്ടു, ഏത് സ്ഥിതിയിൽ? യഖൂലു, അവൻ തന്നെ പറയുന്നവനായ സ്ഥിതിയിൽ. ഇവിടെ യഖൂലു എന്നുള്ള മുളാരിയായ ഫീലും സെയ്ദിലേക്ക് മടങ്ങുന്നൊരു ലമീറുണ്ട് യഖൂലുവിൽ, ആ ലമീറും കൂടിയിട്ടുള്ള യഖൂലു എന്നുള്ള ജുംല ആണ് ഇവിടെ ഹാലായിട്ട് വന്നിട്ടുള്ളത്. ജാഅനി സെയ്ദുൻ യർകബു, ജാഅനി സെയ്ദുൻ. തീർച്ചയായിട്ടും സിഫത്തായിട്ട് വരും. സമയത്തു റജുലൻ യഖൂലു, സമയത്തു ഞാൻ കേട്ടു, റജുലൻ ഒരു പുരുഷനെ, എങ്ങനെയുള്ളതായ പുരുഷനാണ്? യഖൂലു അവൻ പറയുന്നു ഡാഷ്, സിഫത്തായിട്ട് വരും. അങ്ങനൊരു പോയിന്റ് ഞാൻ വരാൻ പോകുന്നുണ്ട്. അൽ ജുമലു ബഅദൽ മആരിഫി അഹ്വാലുൻ വ ബഅദൻ നക്കിറാത്തി സിഫാത്തുൻ. നക്കിറകൾക്ക് ശേഷം ജുംല വന്നാൽ ആ ജുംല നക്കിറയുടെ സിഫത്തായിരിക്കും. എന്നതുപോലെ
മഅരിഫയുടെ ശേഷം ജുംല വന്നാൽ ആ മഅരിഫയിൽ നിന്ന് ഹാലായിരിക്കും എന്നൊരു നിയമം തന്നെ ഉണ്ട്. സമയത്തു സെയ്ദൻ യഖൂലു, സമയത്തു സെയ്ദൻ, ഞാൻ സെയ്ദിനെ കേട്ടു, യഖൂലു, അവൻ പറയുന്നവനായ സ്ഥിതിയിൽ. ജാഅനി സെയ്ദുൻ യർക്കബു, സെയ്ദ് എൻ്റെ അടുക്കൽ വന്നു, അവൻ തന്നെ യർക്കബു, വാഹനം കയറുന്നവനായ സ്ഥിതിയിൽ. ഇവിടെ യർക്കബു എന്ന ജുംലയാണ് സെയ്ദിൽ നിന്ന് ഹാലായി വന്നിട്ടുള്ളത്. ഇവിടെ ഏതാണ് സ്വായിബ് ഹാല്, ഏതാണ് ഹാല് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം ചുവന്ന അക്ഷരത്തിലും പച്ച അക്ഷരത്തിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്വായിബ് ഹാലാണ് പച്ച നിറത്തിൽ കാണുന്നത്, ഹാലുകളാണ് ചുവന്ന അക്ഷരത്തിൽ കാണുന്നത്. ഇനി ലറുഫൻ, ലറുഫായിക്കൊണ്ട് ഹാല് വരാറുണ്ട്. ഉദാഹരണത്തിന് റഅയ്തുൽ ഉസ്ഫൂറ ഫൗഖ ഷജരി, ഞാൻ കുരുവിയെ കണ്ടു, ആ കുരുവി തന്നെ ഫൗഖ ഷജർ, മരത്തിൻ്റെ മുകളിലായ സ്ഥിതിയിൽ. ത്വലഅൽ ബദ്റു, ബദ്ർ ഉദിച്ചു, ചന്ദ്രൻ ഉദിച്ചു. ബൈന സഹാബ്, മേഘങ്ങൾക്കിടയിലായ സ്ഥിതിയിൽ. ഇവിടെ ഫൗഖ, ബൈന, അതൊക്കെ ലറുഫുകളാണ്. ഇങ്ങനെ ലറുഫുകൾ എന്ത് ചെയ്തു ഹാലായിട്ട് വരാറുണ്ട്. ഇതുപോലെ ജാറ് മജ്റൂർ ഹാലായിട്ട് വരാറുണ്ട്. ഇപ്പോൾ തഅല്ലമ ത്വായിറു, പക്ഷി വേദനകൾ സഹിച്ചു. തഅല്ലമ എവിടെ? ഫിൽ ഖഫസ്, ആ പക്ഷി തന്നെ കൂട്ടിലായ സ്ഥിതിയിൽ. അവിടെ ഫിൽ ഖഫസ് എന്ന് പറയുന്ന ജാറ് മജ്റൂർ ഹാലാണ്. ഇതുപോലെ ദഹബത്തു ഇലൽ മദ്രസത്തി, ഞാൻ മദ്രസയിലേക്ക് പോയി. ഫി അമാനിൻ, നിർഭയത്വത്തിലായ സ്ഥിതിയിൽ, ഒരു പേടിയില്ലാതെ നിർഭയത്വത്തോടു കൂടെയായ സ്ഥിതിയിൽ ഞാൻ ഇത് മദ്രസയിലേക്ക് പോയി. അവിടെ എങ്ങനെയാണ് പോയത് എന്നുള്ള ആ അവസ്ഥ വിശദീകരിക്കുകയാണ്. ഫി അമാനിൻ. ദഹബത്ത് ത്വാലിബു, വിദ്യാർത്ഥി പോയി. അലാ ഖദമൈഹി, അവൻ്റെ രണ്ട് ഖദമിൻ്റെ മേലിലായിക്കൊണ്ട് നടന്നുകൊണ്ടായ സ്ഥിതിയിൽ അവൻ എന്ത് ചെയ്തു പോയി. അവിടെ പോയത് എങ്ങനെയാണെന്നുള്ള കൈഫ എന്നുള്ള അവസ്ഥ വിശദീകരിക്കുന്നതാണ് അലാ ഖദമൈഹി എന്ന ജാറ് മജ്റൂർ. ഇങ്ങനെ മുഫ്രദായ ഇസ്മായിട്ട്, ജുംലത്തുൻ ഇസ്മിയായിട്ട്, ജുംലത്തുൻ ഫിഇലിയായിട്ട്, ലർഫായിട്ട്, ജാറ് മജ്റൂറായിട്ടൊക്കെ ഹാല് വരാറുണ്ട്. ഇനി മുഫ്രദായിട്ട് ഹാല് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതുപോലെ ഇസ്മിയ ജുംലയായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, പിന്നെ ലർഫ് ജാറ് മജ്റൂർ ആകുമ്പോൾ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടോ നോക്കാം. ആദ്യം നമുക്ക് മുഫ്രദായിട്ട് വരുമ്പോഴുള്ള കാര്യം. അപ്പോൾ തുതാബിഖുൽ ഹാലുൽ മുഫ്രദത്തു, മുഫ്രദായ ഹാല്, ജുംലയോ ശിബ് ജുംലയോ ആയിട്ടല്ലാതെ മുഫ്രദായിട്ട് വരുന്ന ഹാല്, അത് തുതാബിഖു യോജിക്കണം. സ്വാഹിബഹ, സ്വാഹിബ് ഹാലിനോട് യോജിക്കണം. ഫി തദ്കീർ വ തൻകീർ, തദ്കീർ തൻകീർ വിഷയത്തിൽ. അതായത് ഒന്ന് മുദക്കറാണെങ്കിൽ ഇതും മുദക്കറാവണം. തദ്കീരി വ തഅനീസ് എന്നാണ് വേണ്ടി കേട്ടോ. തദ്കീരി വ തഅനീസ്, തദ്കീർ തഅനീസ് വിഷയത്തിൽ, മുദക്കർ മുഅന്നസ് വിഷയത്തിൽ യോജിക്കണം. അതുപോലെ തന്നെ വഫിൽ ഇഫ്രാദി വ തസ്നിയത്തി വൽ ജംഅ്, മുഫ്രദ് തസ്നിയ ജംഅ് വിഷയത്തിൽ യോജിക്കണം. ഉദാഹരണം നോക്കൂ. ഇൻതലഖൽ ലാഇബു മുസ്രിഅൻ, ഇൻതലഖൽ ലാഇബു മുസ്രിഅൻ, ലാഇബ് എന്ന് പറഞ്ഞാൽ കളിക്കാരൻ, കളിക്കാരൻ പോയി. മുസ്രിഅൻ, അവൻ തന്നെ മുസ്രിഅൻ ആയ സ്ഥിതിയിൽ, വേഗത്തിലായ സ്ഥിതിയിൽ അവൻ പോയി. ഇവിടെ ലാഇബ് എന്നുള്ളത് മുഫ്രദാണ്, മുസ്രിഅൻ എന്നുള്ളതും മുഫ്രദാണ്. ലാഇബ് മുദക്കറാണ്, മുസ്രിഅൻ അതും മുദക്കറാണ്. ഇൻതലഖൽ ലാഇബത്തു മുസ്രിഅത്തൻ, അവിടെ മുഅന്നസായപ്പോൾ, ലാഇബത്ത് മുഅന്നസായപ്പോൾ അതിൻ്റെ ഹാലും മുഅന്നസായി കൊണ്ടുവന്നു. പിന്നെ ഇൻതലഖൽ ലാഇബാനി മുസ്രിഅൈനി, ഇൻതലഖൽ ലാഇബത്താനി മുസ്രിഅത്തൈനി. അവിടെ കണ്ടില്ലേ, രണ്ടും മുസന്നയായപ്പോൾ, സ്വായിബ് ഹാല് മുസന്നയായപ്പോൾ ഹാലും മുസന്നയായി. ഒരു സ്ഥലത്ത് മുദക്കറാണ്, അതുകൊണ്ട് മുസ്രിഅൈനി അവിടെ മുദക്കറായി. രണ്ടാമത്തേടത്ത് ലാഇബത്താനി മുഅന്നസാണ്, അതിൻ്റെ ഹാല് മുസ്രിഅത്തൈനി അതും മുഅന്നസാണ്. പിന്നെ ഇൻതലഖൽ ലാഇബൂന മുസ്രിഈന, ഇൻതലഖൽ ലാഇബാത്തു മുസ്രിആത്തിൻ. ഇങ്ങനെ തഅനീസ് തദ്കീർ വിഷയത്തിലും ഇഫ്രാദ് തസ്നിയ ജംഅ് വിഷയത്തിലുമൊക്കെ പരസ്പരം യോജിക്കണം എന്ന ഒരു നിബന്ധന മുഫ്രദായിട്ട് വരുന്ന ഹാല് പാലിക്കേണ്ടതാണ്. മുഫ്രദായിട്ട് വരുന്ന ഹാല് സ്വായിബ് ഹാലുമായിട്ട് ഈ വിഷയത്തിലേക്ക് യോജിക്കണം. നമ്മൾ സിഫത്ത് പറഞ്ഞപ്പോൾ 10 വിഷയത്തിൽ യോജിക്കണം എന്ന് പറഞ്ഞു, ഇവിടെ 5 വിഷയത്തിൽ യോജിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇദാ കാന സ്വായിബുൽ ഹാലി ജംഅൻ ഗൈറ ആഖിലിൻ, എപ്പോഴും വരുന്നൊരു നിയമമാണ്. സ്വായിബ് ഹാല് അത് ഗൈറ ആഖിലായ ജംഅ് ആണെങ്കിൽ, ജംഅൻ ഗൈറ ആഖിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു വഹദാൻ മുഅന്നസിൻ്റെ സ്ഥാനത്താണ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് പറയുകയാണ് ജാസഫിൽ ഹാലിൽ മുഫ്രദത്തി, അങ്ങനെ വരുമ്പോൾ മുഫ്രദായ ഹാലിൽ ജായിസാണ്, അനുവദനീയമാണ്. അൻ തഅതിയ മുഫ്രദത്തൻ മുഅന്നസത്തൻ, മുഫ്രദത്തായ മുഅന്നസത്തായി കൊണ്ട് വരൽ അനുവദനീയമാണ്.
ഔ ജംഅ മുഅന്നസിൻ സാലിബൻ അല്ലെങ്കിൽ ജംഅ മുഅന്നസായിട്ട് വരലും അനുവദനീയമാണ്. ഉദാഹരണത്തിന് അബ്ഹറത്തിനി ത്വാഇറാത്തു മുഹല്ലിഖത്തൻ ഫിൽ ജവ്വി, അബ്ഹറത്തിനി ത്വാഇറാത്തു മുഹല്ലിഖാത്തിൻ ഫിൽ ജവ്വ്. അവിടെ ത്വാഇറാത്ത് എന്ന പക്ഷികൾ എന്ന് പറയുമ്പോൾ അത് ഗൈർ ആഖിലിൻ്റെ ജംആണ്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ഹാല് പറയുമ്പോൾ മുഫ്രദായിക്കൊണ്ട് മുഹല്ലിഖത്തൻ എന്നും പറയാം, ഇനി മുഹല്ലിഖാത്തിൻ ഇങ്ങനെ ജംആയിക്കൊണ്ട് ജംഅ സാലിമായിക്കൊണ്ടും പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ നിയമത്തിൽ നിന്ന് ഒരു എക്സെപ്ഷനാണ്. അവിടെ തദ്കീർ തഅനീസ് വിഷയത്തിലും ഇഫ്രാദ് തസ്നിയ ജംഅ വിഷയത്തിൽ യോജിക്കണമെന്ന് പറയുമ്പോൾ എല്ലായിടത്തും അത് ബാധകമല്ല. ഇവിടെ ഗൈർ ആഖിലിൻ്റെ ജംആയിട്ട് വരുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് ഗൈർ ആഖിലിൻ്റെ ജംഅ വഹദ മുഅന്നസായിട്ടും ഉപയോഗിക്കാമെന്ന് പറയാറുണ്ട്. അത് ഇവിടെയും അതെന്താണ് അനുവദനീയമാണ് എന്നർത്ഥം. ഇതാണ് ഹാല് മുഫ്രദായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതാ കാനൽ ഹാല് ജുംലത്തൻ, ഹാല് ജുംലയായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം യജിബു അൻ യകൂന സ്വാഹിബുൽ ഹാലി മഅരിഫത്തൻ, സ്വാഹിബു ഹാല് മഅരിഫയായിരിക്കണം. യജിബു അൻ യകൂന സ്വാഹിബുൽ ഹാലി മഅരിഫത്തൻ, സ്വാഹിബു ഹാലി മഅരിഫയായിരിക്കണം. എന്നപോലെ യജിബു അൻ തശ്തമില ജുംലത്തുൽ ഹാലി അലാ റാബിത്തിൻ യർബിതുഹാ ബി സ്വാഹിബിൽ ഹാൽ, യജിബു നിർബന്ധമാണ്, അൻ തശ്തമില ഉൾക്കൊള്ളൽ നിർബന്ധമാണ്, ജുംലത്തുൽ ഹാലി ഹാലായിട്ട് വരുന്ന ജുംല ഉണ്ടല്ലോ ആ ജുംല ഉൾക്കൊള്ളണം, അലാ റാബിത്തിൻ ഒരു റാബിത്തിനെ ഉൾക്കൊള്ളണം. ബന്ധിപ്പിക്കുന്ന ഘടകത്തിനാണ് റാബിത്ത് പറയുക. എങ്ങനത്തെ ബന്ധിക്കുന്ന ഘടകമാണ്? യർബിതുഹ, അത് ഹാലിനെ ഈ ജുംലത്തുൽ ഹാലിനെ ബന്ധിപ്പിക്കും ബി സ്വാഹിബിൽ ഹാലി, സ്വാഹിബിൽ ഹാലിനോട്. ഇങ്ങനെ ഈ ജുംല ഹാലായിട്ട് വരുന്ന ജുംലയെ സ്വാഹിബ് ഹാലിനോട് ബന്ധിപ്പിക്കുന്ന ഒരു റാബിത്ത്, ഒരു കയറ്, ഒരു ബന്ധിപ്പിക്കുന്ന ഒരു ചരട് എവിടെ വേണം? ഈ ജുംലയിൽ വേണം. അത് നിർബന്ധമാണ്. ഏതാണ് ഈ ചരട്? ഈ ബന്ധിപ്പിക്കുന്ന ചരട്, ജുംലയെ ഈ സ്വാഹിബ് ഹാലുമായി ബന്ധിപ്പിക്കുന്ന ഘടകം എന്താണ്? അത് 3 രൂപത്തിൽ വരാം. അർ റാബിത്തു സലാസത്തു അൻവായിൻ അല്ലെങ്കിൽ അർ റവാബിത്തു സലാസത്തു അൻവായിൻ. 3 രൂപത്തിൽ എന്തുണ്ട്? റാബിത്തുകളുണ്ട്. ഒന്നുകിൽ വാവ് മാത്രം, വാവ് ഹാലിയായ വാവ് എന്ന് പറഞ്ഞൊരു വാവുണ്ട്. ഈ വാവ് മാത്രം ചിലപ്പോൾ റാബിത്തായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ ആ ജുംലയിലുള്ള ലമീർ, സ്വാഹിബ് ഹാലിലേക്ക് മടങ്ങുന്ന ലമീർ, ആ ലമീർ മാത്രം ഇങ്ങനെ റാബിത്തായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ വാവും ലമീറും രണ്ടും ഒരുമിച്ച് എന്ത് വരാറുണ്ട്? റാബിത്തായിട്ട് വരാറുണ്ട്. 3നും ഉദാഹരണം പറയാം. സാഫർതു വല്ലലാമു ഹാലിക്കുൻ, അത് വാവ് മാത്രം ഇങ്ങനെ റാബിത്തായിട്ട് വന്നതിന് ഉദാഹരണം. സാഫർതു ഞാൻ യാത്ര ചെയ്തു. ഏത് സ്ഥിതിയിൽ? വല്ലലാമു ഹാലിക്കുൻ ഇരുട്ട് വളരെ മുറ്റിയതാണ്, ഹാലിക്കുൻ വളരെ കൂരിരുട്ടുള്ളതാണ്. ഇരുട്ട്, രാത്രിയുടെ ഇരുട്ടെന്നാണ്. ഹാലിക്കുൻ വളരെ കൂരിരുട്ടുള്ളതാണ്. ആ സ്ഥിതിയിൽ ഞാൻ യാത്ര ചെയ്തു. ഇവിടെ അല്ലലാമു ഹാലിക്കുൻ എന്ന് പറയുന്ന ഈ ഇസ്മിയായ ജുംലയാണ് സാഫർതു എന്നതിലെ ഈ തു എന്നതിൽ നിന്ന് ഹാലായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഈ സ്വാഹിബ് ഹാലുമായിട്ട് അല്ലലാമു ഹാലിക്കുൻ എന്ന ജുംലയെ ബന്ധിപ്പിക്കുന്നത് ഈ വാവ് മാത്രമാണ്. ഒരു വാവുണ്ടല്ലോ, വല്ലലാമു ഹാലിക്കുൻ, ആ വാവ്, ഹാലിയായ വാവ്, ആ വാവാണ് ബന്ധിപ്പിക്കുന്നത്. ഇങ്ങനെ വാവ് മാത്രം റാബിത്തായിട്ട് വരാം. എന്നുപോലെ തന്നെ ലമീർ മാത്രവും വരാം. ഉദാഹരണത്തിന് വഖഫൽ ജുനൂദു യുഹയ്യൂനൽ അലമ, വഖഫൽ ജുനൂദു സൈന്യങ്ങൾ നിന്നു, യുഹയ്യൂന അവർ യുഹയ്യൂന തഹിയ്യത്ത് ചെയ്തുകൊണ്ട്, സല്യൂട്ട് ചെയ്തുകൊണ്ട്, അൽ അലമ പതാകക്ക് സല്യൂട്ട് ചെയ്തുകൊണ്ട് അവർ നിന്നു. ഇവിടെ ആ യുഹയ്യൂനൽ അലമ എന്നുള്ള ജുംല, ഈ ജുനൂദ് നിന്നത് എങ്ങനെയാണ്? യുഹയ്യൂനൽ അലമ ഈ പതാകക്ക് സല്യൂട്ട് ചെയ്യുന്നതായ സ്ഥിതിയിൽ അവർ നിന്നു എന്നാണ്. ഈ യുഹയ്യൂനൽ അലമ എന്നുള്ള ഈ ജുംലയാണ് ഹാല്. ജുംലയെ ഈ ജുനൂദ് എന്ന് പറയുന്ന സ്വാഹിബ് ഹാലുമായിട്ട് ബന്ധിപ്പിച്ച ഘടകം ഏതാണ്? യുഹയ്യൂന എന്നതിലെ ആ വാവാണ്. അത് ലമീറാണ്, ജുനൂദിലേക്ക് മടങ്ങുന്ന ജംഇൻ്റെ ലമീറാണ് ഇവിടുത്തെ വാവ്. ഇങ്ങനെ ലമീർ മാത്രം ഇങ്ങനെ റാബിത്തായിട്ട് വരാം. ഇനി ഈ രണ്ടും, അതായത് വാവും ദമീറും രണ്ടും റാബിത്തായിട്ട് വരാം. ഉദാഹരണം മൻ തഅല്ലമ വഹുവ സഗീറുൻ സാദ വഹുവ കബീറുൻ. മൻ തഅല്ലമ ആരെങ്കിലും അറിവ് പഠിച്ചാൽ ഏത് സ്ഥിതിയിൽ? വഹുവ സഗീറുൻ അവൻ ചെറിയവനാണ്, ചെറുതാണ്. ഈ ചെറുതായ സ്ഥിതിയിൽ അവൻ ഇൽമു പഠിച്ചാൽ സാദ അവൻ നേതാവാകും. ഏത് സ്ഥിതിയിൽ? വഹുവ കബീറുൻ അവൻ കബീറാണ്, വലിയവനാണ്, വയസ്സ് മൂത്തവനാണ്. ആ സ്ഥിതിയിൽ അവൻ നേതാവായി മാറും. അപ്പോൾ ചെറുപ്പത്തിലെ ഇൽമു പഠിച്ചാൽ വലുപ്പത്തിൽ നേതാവായി മാറും. ഇവിടെ മൻ തഅല്ലം ആരെങ്കിലും ഇൽമു പഠിച്ചാൽ ഏത് സ്ഥിതിയിൽ ഇൽമു പഠിച്ചാൽ? ആ തഅല്ലമയിലൊരു ലമീറുണ്ട്. ആ ലമീർ എന്ന ഹാലാണ്. ഏത് സ്ഥിതിയിൽ അവൻ ഇൽമു പഠിച്ചാൽ? വഹുവ സഗീറുൻ അവൻ ചെറുതാണ്. ആ സ്ഥിതിയിൽ ഇൽമു പഠിച്ചാൽ. ഇവിടെ
ഈ ഹുവ സഗീറുൻ എന്നുള്ള ജുംല ഹാലാണ്. ഈ ജുംലയെ തഅല്ലമയിലെ ദമീറാകുന്ന സ്വായിബ് ഹാലുമായിട്ട് ബന്ധിപ്പിച്ച ഘടകമേതാണ്? വഹുവ എന്ന വാവ്, ആ തുടക്കത്തിൽ വന്ന ജുംലയുടെ തുടക്കത്തിൽ വന്ന വാവ് എന്ന് പറയുന്ന ഹാലിയായ വാവും, അതുപോലെ തന്നെ ഹുവ എന്ന് പറയുന്ന ആ തഅല്ലമയിലെ ദമീർ അതിലേക്ക് തന്നെ അടങ്ങുന്ന ഒരു ഹുവ എന്ന ദമീർ ഉണ്ടല്ലോ, ഈ ദമീറും രണ്ടും എന്താണ്? രണ്ടും കൂടിയിട്ടാണ് ഇവിടുത്തെ റാബിത്ത്. എന്നപോലെ തന്നെയാണ് സാദ വഹുവ കബീറുൻ എന്നുള്ളിടത്തും സാദ അവൻ നേതാവാകും, അവൻ നയിക്കും, അതിലൊരു ലമീറുണ്ട്, ഹുവ എന്ന് പറയുന്നൊരു മുസ്തത്തിറായ ലമീറുണ്ട്. ആ ലമീറിൽ നിന്ന് ഹാലാണ് വഹുവ കബീറുൻ എന്നുള്ളത്. ഈ വഹുവ കബീറുൻ എന്നുള്ള ജുംലയെ സാദയുമായി ബന്ധിപ്പിച്ചത് ആരാണ്? ഈ വാ എന്ന് പറയുന്ന ഹാലിയായ വാവും ഹുവ എന്ന് പറയുന്ന ലമീറുമാണ്. ഇങ്ങനെ ജുംല ഹാലായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വായിബ് ഹാല് മാരിഫി ആയിരിക്കണം. അതുപോലെ ഈ ജുംലയെ സ്വായിബ് ഹാലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചരട്, അത് വാവ് മാത്രമാകാം അല്ലെങ്കിൽ ലമീറാവാം, രണ്ടും കൂടിയാവാം, ഏതാവട്ടെ ഈ റാബിത്തയും അനിവാര്യമാണ്. ഇനി അൽ ഹാലു ഷിബ്ഹുൽ ജുംല, ഷിബ്ഹു ജുംലയായിട്ട് വരുന്ന ഹാല്, അതായത് ലർഫോ അല്ലെങ്കിൽ ജാറു മജ്റൂറോ ആയിട്ട് വരുന്ന ഹാല്, അവിടെ ലാ തഹ്താജു ഇലാ റാബിത്തിൻ, നമ്മൾ ജുംലയിൽ പറഞ്ഞതുപോലത്തെ ഒരു റാബിത്തിലേക്കൊന്നും ആവശ്യമില്ല. പേര് ഷിബ്ഹുൽ ജുംല എന്ന ജുംല കയ്യിലുണ്ടെങ്കിലും അവിടെ റാബിത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉദാഹരണത്തിന് കുൻതു അബ്ഹസു അൻ കിതാബി, കുൻതു ഞാനായിരുന്നു, അബ്ഹസു ഞാനിങ്ങനെ സെർച്ച് ചെയ്യുകയായിരുന്നു, അൻ കിതാബി എൻ്റെ കിതാബിനെ തൊട്ട്, കിതാബ് എവിടെയാണ് എന്ന് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുകയായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നില്ല. സുമ്മ റഅയ്തു പിന്നീട് ഞാൻ ആ കിതാബിനെ കണ്ടു, ആ കിതാബ് തന്നെ ഫൗഖൽ മിനല്ലദത്തി ആ റാക്കിൻ്റെ മുകളിലായ സ്ഥിതിയിൽ. അവിടെ റഅയ്തുഹു ഹു എന്ന ലമീറിൽ നിന്ന്, റഅയ്തുഹു ഹു എന്ന ലമീർ കിതാബിലേക്കാണ്, ഞാൻ കണ്ടു ഹു കിതാബിനെ കണ്ടു, ആ കിതാബ് തന്നെ ഫൗഖൽ മിനല്ലദ അലമാരയുടെ മുകളിലായ സ്ഥിതിയിൽ. അവിടെ ഫൗക്ക എന്നുള്ള ആ ലർഫാണ് ഇവിടുത്തെ ഹാല്. ഇവിടെ ലമീറോ അല്ലെങ്കിൽ വാവോ ഒന്നും ഇവിടെ ആവശ്യമില്ല, റാബിത്തായിട്ടൊന്നും ആവശ്യമില്ല. അതേപോലെ ദഹബത്തു ഇലാ മദ്റസത്തി ഫി അമാനിൻ, അവിടെ ദഹബത്തു എന്ന ഞാൻ പോയി എന്ന ആ തു എന്ന് പറയുന്ന ലമീർ, ആ ലമീറിൽ നിന്ന് ഹാലാണ് ഫി അമാനിൻ എന്നുള്ളത്. അവിടെയും വാവോ അല്ലെങ്കിൽ ലമീറോ റാബിത്തയായിട്ട് കാണാൻ കഴിയില്ല, റാബിത്തയുടെ ആവശ്യം ഇല്ല. ഇനി അവസാനത്തെ പോയിന്റ് ഖത്ത് തഅദ്ദദുൽ ഹാലു ഫിൽ ജുംല, ചിലപ്പോൾ ജുംലയിൽ ഒരു ജുംലയിൽ തന്നെ ഒന്നിലധികം ഹാല് സംഭവിക്കും. ഉദാഹരണത്തിന് ദഹബത്തു ഇലൽ ഇഖ്തിബാരി മുബ്തസിമൻ മുതഫായിലൻ വകുല്ലി അമലും ഫി തൗഫീഖില്ലാഹ്. ദഹബത്തു ഞാൻ പോയി, ഇലൽ ഇഖ്തിബാരി പരീക്ഷയിലേക്ക് ഞാൻ പോയി, പരീക്ഷാ ഹാളിലേക്ക് അല്ലെങ്കിൽ പരീക്ഷയിലേക്ക് ഞാൻ പോയി, മുബ്തസിമൻ പുഞ്ചിരിക്കുന്നവനായ സ്ഥിതിയിൽ ഒരു ഹാല്, മുതഫായിലൻ നല്ല ശുഭാപ്തി വിശ്വാസമുള്ളവനായ സ്ഥിതിയിൽ രണ്ടാമത്തെ ഹാല്. മാത്രമല്ല വകുല്ലി അമലും ഫി തൗഫീഖില്ലാഹ് എൻ്റെ മുഴുവനും എന്താണ്, ഞാൻ എൻ്റെ ഉള്ളിൽ മുഴുവനും അള്ളാഹുവിൻ്റെ തൗഫീഖിലുള്ള ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്, ആ സ്ഥിതിയിൽ ഞാൻ യാത്ര ചെയ്തു. അവിടെ കുല്ലി അമലെന്നുള്ള ആ ജുംല മുഴുവനാണ് ഹാല്. ഇങ്ങനെ മുബത്തസിമൻ എന്ന ഹാലുണ്ട്, മുതഫായിൽ എന്ന ഹാലുണ്ട്, ഈ കുല്ലി അമലെന്നുള്ള ആ ജുംല ഹാലായിട്ട് വന്നു. ഇങ്ങനെ ഒന്നിലധികം ഹാലുകളൊക്കെ ചിലപ്പോൾ ഒരു ഒറ്റ ജുംലയിൽ തന്നെ ഒരുമിച്ച് കൂടാം. ഇതാണ് ഹാലുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി സാധാരണയായിട്ട് വരുന്നൊരു ഇറാബാണ് മാ ലക്ക മുസ്രിഅൻ അല്ലെങ്കിൽ മാ ലക്ക തബ്കി, മാ ലക്ക നിനക്ക് എന്ത് പറ്റി, തബ്കി നീ എന്തേ കരയുന്നു, അല്ലെങ്കിൽ മാ ലക്ക മുസ്രിഅൻ നീ എന്തേ വേഗത്തിൽ യാത്ര ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ മുസ്രിഅൻ എന്നുള്ളത് ഹാലാണ്, സാധാരണ വരുന്ന ഒരു ശൈലിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഇറാബ് എങ്ങനെ പറയാം? മാ ലക്ക, മാ എന്നുള്ളത് ഇസ്മു ഇസ്തിഫാമിൻ്റെ ഇസ്മാണ് മാ എന്നുള്ളത്. മബനിയുടെ സുക്കൂനാണ്, ഫി മഹല്ലി റഫ്ഇൻ മുബ്തദഉൻ. ലക്ക എന്നുള്ളത് ജാർ മജ്റൂറാണ്, അത് ഖബറാണ്. മാ എന്ന് പറയുന്ന മുബ്തദഇൻ്റെ ഖബറാണ് ഈ ലക്ക എന്ന് പറയുന്ന ജാർ മജ്റൂറിൻ്റെ ആ മജ്മൂഅ്. പിന്നെ മുസ്രിയൻ എന്നുള്ളത് ഹാലുൽ മൻസൂബാണ്. വ അലാമത്തു നസ്ബിഹ അൽ ഫത്ഹത്തു ളാഹിറ, അതിൻ്റെ നസ്ബിൻ്റെ അലാമത്ത് ളാഹിറത്തായ ഫത്ഹത്താണ്. മാലക്ക നിനക്കെന്ത് പറ്റി, നീ തന്നെ മുസ്ലിയായ സ്ഥിതിയിൽ, അല്ലെങ്കിൽ മാലക്ക നിനക്കെന്ത് പറ്റി തബ്കി, നീ തന്നെ കരയുന്നവനായ സ്ഥിതിയിൽ. തബ്കി എന്നൊക്കെ പറയുമ്പോൾ ആ ജുംല ആയിരിക്കും അവിടെ ഹാലായിട്ട് വന്നത്. മുസ്ലിം എന്നത് ഹാലായതുപോലെ ഇതിൻ്റെ സ്ഥാനത്ത് ജുംലയും വരാലോ. അതുപോലെ അൽ ഇൽമു മുഖ്തരിൻ ബിൽ അഖ്ലാഖ് ലിഅന്നഹുമാ മഅൻ യുൻഷിറാനിൽ ഖൈറ വസ്സലാം. അൽ ഇൽമു അറിവ് എന്നുള്ളത് മുഖ്തരിനുൻ
അത് ഒരുമിച്ച് കൂടിയതാണ് ബിൽ അഖ്ലാഖ്, സ്വഭാവവുമായിട്ട് നല്ല സ്വഭാവവുമായിട്ട് ഒരുമിച്ച് വരുന്ന കാര്യമാണ് ഇൽമി എന്നുള്ളത്. ഇൽമിൻ്റെ കൂടെ എപ്പോഴും നല്ല സ്വഭാവവും വേണം. എന്തുകൊണ്ട്? ലി അന്നഹുമാ മഅൻ, കാരണം അവ രണ്ടും മഅൻ ഒരുമിച്ചായ സ്ഥിതിയിൽ യുൻഷിറാനി അത് പരത്തുന്നു അൽ ഖൈറ വസ്സലാം, ഖൈറിനെയും സലാമിനെയും പരത്തുന്നു. വെറും ഇൽമു മാത്രമായാലോ നടക്കൂല, ഇൽമിൻ്റെ കൂടെ നല്ല സ്വഭാവം കൂടി വേണം. ഇത് രണ്ടും മഅൻ ഒരുമിച്ചായ സ്ഥിതിയിൽ, ഇവിടെ മഅൻ എന്നുള്ളതൊക്കെ ഹാലാണ്, സാധാരണ വരുന്ന ഇബാറത്തുകളാണ്. അപ്പോൾ അതിൻ്റെ തർക്കീബ് നമ്മൾ കൊടുത്തു എന്നേ ഉള്ളൂ. അൽ ഇൽമു മുബ്തദാണ്, മുബ്തദിൻ്റെ ഖബറാണ്. ബിൽ അഖ്ലാഖ് ജാർ മജ്റൂർ, മുഖ്തരിൻ എന്നതിനോടാണ് തഅല്ലുക്ക്. ലി അന്നഹുമാ, ഇത് ലാമ് ജറിൻ്റെ ലാമാണ്, അതിൻ്റെ മജ്റൂർ ഏതാണ്? അന്നയും അന്നയുടെ ഇസ്മു ഖബറും കൂടി ആ ജുംല മൊത്തമാണ് ലാമിൻ്റെ മജ്റൂർ. അന്ന എന്നുള്ളത് തൗക്കീദിൻ്റെ അന്നയാണ്, ഹുമാ എന്നുള്ളത് അതിൻ്റെ ഇസ്മാണ്, മഅൻ എന്നുള്ളത് ഹാലാണ്, ഇസ്മു അന്ന കേട്ടോ. ഈ ഹുമ എന്നതിൽ നിന്ന് ഹാലാണ് മഅൻ എന്നുള്ളത്. അപ്പോൾ മഅൻ എന്നുള്ളതിന് ഒരു മുജ്തമിഈനി എന്ന് ഒരു മുസ്തഖായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കണം. മഅൻ എന്നുള്ളത് മുസ്തഖല്ലല്ലോ, നമ്മൾ പറഞ്ഞിരുന്നു. മുസ്തഖല്ലാതെ ഹാല് വന്നാൽ മുസ്തഖായിട്ട് വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതാണ് മുജ്തമിഈനി, അവ രണ്ടും ഒരുമിച്ച് കൂടിയതായ സ്ഥിതിയിൽ എന്ന് ഒരു മുജ്തമിഈനി എന്ന ഒരു മുസ്തഖായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചു. മുജ്തമിഈനി യുൻഷിറാനി എന്നുള്ളത് ഈ ഹുമ എന്നതിൻ്റെ അന്നയുടെ ഖബറാണ് യുൻഷിറാനി എന്നുള്ളത്. ആ ജുംല ഖബർ കേട്ടോ. യുൻഷിറാനി എന്നുള്ള മുദാരിഅ ഫീലും ഫായിലും കൂടിയ ജുംലയാണ് ഖബർ. പിന്നെ അൽ ഖൈറ വസ്സലാമ എന്നുള്ളത് യുൻഷിറാനിയുടെ മഫ്ഊലാണ്. ഖൈറ എന്നുള്ളത് വസ്സലാമ എന്നുള്ളത് നമുക്ക് അത്ഫ് ചെയ്യപ്പെട്ട പദമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ആരെങ്കിലും ഹാലുമായി ബന്ധപ്പെട്ട് ഇന്ന് കുറച്ച് വേഗത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത്രയും ഡീപ്പായിട്ട് ചർച്ച ചെയ്യേണ്ടതൊന്നുമില്ല, എന്നാലും ചർച്ച ചെയ്തതേ ഉള്ളൂ. കുറച്ച് വേഗത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കടക്കാം. മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളിലേക്ക്. ആർക്കും സംശയമില്ല? ഏതെങ്കിലും ഭാഗം ഒന്നുകൂടി പറയണം എന്ന് അങ്ങനെ ഉണ്ടോ? നമുക്ക് ബാങ്ക് കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം കേട്ടോ. لا حول ولا قوة. لا. ഹലോ. لا إله إلا الله اللهم صل على محمد وعلى آل محمد اللهم رب هذه آت محمدا الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي آتاه الرزق والشفاعة. إن الذي يشفع عنده بعد إذنه
ഓക്കെ, അടുത്ത ചോദ്യമുണ്ട് ഇനി ചോദിക്കുന്നത് മിനൽ ജുമലി താലിയത്തി ഇഖ്തരിൽ ജുംലത്തല്ലത്തി ലൈസത്ത് ഫിഹ അൽ ഹാലു. താഴെ തന്നിരിക്കുന്ന ജുംലകളിൽ നിന്ന് ഹാല് ഇല്ലാത്ത ജുംല തിരഞ്ഞെടുക്കാൻ. മിനൽ ജുമലി താലിയ, താഴെയുള്ള ജുംലകളിൽ നിന്ന് ഇഖ്തർ നീ തിരഞ്ഞെടുക്കുക അൽ ജുംലത്തല്ലത്തി ലൈസത്ത് ഫിഹ അൽ ഹാലു. ഓക്കെ, റജഅൽ ഖായിദു മൻസൂറൻ എന്ന് പറയുമ്പോൾ മൻസൂറൻ എന്നുള്ളത് ഹാലാണ് അല്ലേ, ഖായിദ് എന്നതിന് ഹാലാണ്. എന്നപോലെ റജഅൽ ഖായിദു വകാനൽ ജയ്ഷു മഅഹു എന്ന് പറയുമ്പോൾ ആ കാനൽ ജയ്ഷു മഅഹു എന്ന ജുംല ഹാലാണ്, ഖായിദിൽ നിന്ന് ഹാലാണ്. റജഅൽ ഖായിദു നാജിഹൻ എന്ന് പറയുമ്പോൾ ആ നാജിഹൻ എന്നുള്ളതും ഖായിദിൽ നിന്ന് ഹാലാണ്. സാഫറ ത്വാലിബു ഇല ഔറോബ ത്വലബൻ ലിൽ ഇൽമാണ്. ത്വലബൻ എന്നതിൻ്റെ തർക്കീബ് എന്താ വരിക? ഹാലല്ലാതെ പിന്നെന്തായിരിക്കും ത്വലബൻ എന്നുള്ളത്? എങ്ങനെ കേട്ടില്ല? ആ അതെ അതെ, മഫ്ഊലുൽ ലി അജ്ലിയാണ്. മഫ്ഊലുൽ ലഹു അല്ലെങ്കിൽ മഫ്ഊലുൽ ലി അജ്ലിഹി എന്നൊക്കെ പറയും. ത്വലബൻ ലിൽ ഇൽമ്, ഇൽമ് പഠിക്കാൻ വേണ്ടി, ആ ഒരു കാരണത്തെ സൂചിപ്പിക്കാനാണ്. ഓക്കെ, മഫ്ഊലുൽ ലി അജ്ലിഹിയാണ് കേട്ടോ. ഇനി അടുത്തത് ചോദ്യം 2023 ചോദിച്ച ചോദ്യമാണ്. അബ്സറത്തുൽ ഖതീബ ഫൗഖൽ മിംബരി. അബ്സറത്തുൽ ഖതീബ, ഞാൻ ഖതീബിനെ കണ്ടു. ഖതീബ് തന്നെ ഫൗഖൽ മിംബരി, മിംബറിൻ്റെ മേലെയായ സ്ഥിതിയിൽ. ഇവിടെ നൗഉൽ ഹാലി ഫിൽ ജുംലത്തി, ഈ ജുംലയിലുള്ള ഹാലിൻ്റെ നൗഉ ജുംലത്തുൽ ഇസ്മിയാണോ ജുംലത്തുൽ ഫീലിയാണോ മുഫ്രദാണോ ലറുഫാണോ? ഓക്കെ, ലറുഫാണ് അല്ലേ. ഫൗഖ എന്ന് പറയുന്ന ലറുഫ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സുമ്മ റഅയ്തുഹു ഫൗഖൽ മിനല്ലദ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അല്ലെങ്കിൽ റഅയ്തുൽ ഉസ്ഫൂറ ഫൗഖ ഷജറത്ത് എന്നതുപോലെ തന്നെ അബ്സറത്തുൽ ഖതീബ ഫൗഖൽ മിംബർ. ഇവിടെ ഫൗഖ എന്ന ലറുഫാണ് ഹാല്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 2021 ചോദിച്ച ചോദ്യമാണ്. ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ. അൽ മുജ്രിമു ഖായിഫൻ. അൽ മുജ്രിമു ഖായിഫൻ. ഇഷ്കാലാവരുത്, നല്ല ശ്രദ്ധിച്ച് ഇത് കേട്ടോ. ഇത് തെറ്റിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ കാനൻ്റെ ഇസ്മ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഇവിടെ കാനില്ല, അന്നയാണ്. ഓക്കെ, ജാ അൽ മുജ്രിമു ഖായിഫൻ എന്നാണ് വരിക അല്ലേ. അതെന്താ അങ്ങനെ വരാൻ കാരണം? ജാ എന്നുള്ള ഇസ്മിനെ റഫും ഖബറിൻ നസ്ബ് ചെയ്യുന്ന ആമിലല്ലേ. ജാഇൻ്റെ അതെ അതെ, ജാഇൻ്റെ ഫായിലാണ് മുജ്രിമ്. ജാ അൽ മുജ്രിമു കുറ്റവാളി വന്നു. അവൻ്റെ ഖായിഫൻ ഭയന്നവനായ സ്ഥിതിയിൽ വന്നു. അല്ലാതെ എന്താ ഇസ്മിന് റഫ് ഖബറിൻ നസ്ബ് എന്നുള്ള രൂപത്തിൽ. ഇവിടെ കാനൽ പിഷ്കാരായിട്ട് വരാൻ സാധ്യതയുള്ളത്. കാനൽ മുജ്രിമു ഖായിഫൻ, കാനല്ല അന്നാണ് കേട്ടോ. ഇവിടെ ജാ ആണ് ശരിക്കും വേണ്ടത്. ഖായിഫൻ എന്നുള്ളത് ഹാലായിട്ട് വരാം. ഓക്കെ, പിന്നെ 2023 ചോദിച്ച മറ്റൊരു ചോദ്യമാണ് മിനൽ മൻസൂബാത്ത്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. HSLൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ എളുപ്പമുള്ള ചോദ്യം. മൻസൂബാത്തിൽ പെട്ടത് ഇതിൽ ഏതാണ്? ഇത്ര സിമ്പിൾ ചോദ്യങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം നോക്കുമോ. 2021 ചോദിച്ച ചോദ്യമാണ്. ആദ സായിറാനി ഡാഷ്. ആദ സായിറാനി. ആദ സായിറാനി. സായിർ എന്ന് പറഞ്ഞാൽ സന്ദർശകർ. 2 സന്ദർശകരുണ്ട്. ആദ സായിറാനി, അവർ മടങ്ങി ഡാഷ്. ഓക്കെ, ഖായിബൈനി എന്നുള്ളതാണ് വരിക അല്ലേ. ഹാലാണ്. അവിടെ തന്നെ ഖായിബൈനി സംപൂജ്യരായ സ്ഥിതിയിൽ, അവർ ഉദ്ദേശം നടക്കാത്തതായ സ്ഥിതിയിൽ അവർ മടങ്ങി. അവിടെ 2 ആളുള്ളത് കൊണ്ട് തസ്നിയാക്കണം. ഹാലായതുകൊണ്ട് നസ്ബ് വേണം. നസ്ബ് യാവ് കൊണ്ടാണ്. തസ്നിയൻ്റെ ഇറാബ് അങ്ങനെയാണല്ലോ, നസ്ബ് യാവ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആദ സായിറാനി ഖായിബൈനി എന്ന് വരാം. ചോദ്യം ഉണ്ടാ. ഓക്കെ, ഒരു ജുംല അൽ ജുമലു ബഅദൻ നക്കിറത്തി സിഫത്തുൻ വ ബഅദൽ മഅരിഫത്തി ഡാഷ്.
അൽ ജുമലു ബഅദൻ നക്കിറത്തി സിഫത്തുൻ ബഅദൽ മാരിഫത്തി ഹാലും. ഇത്രയും ചോദ്യങ്ങളാണ്. ഇനിയുണ്ട് ചോദ്യം കേട്ടോ. റജഅത്തുല്ലാബു മിനൽ മദ്രസത്തി ഡാഷ്. റജഅത്തുല്ലാബു മിനൽ മദ്രസത്തി 2017 ചോദിച്ച ചോദ്യമാണ്. തുല്ലാബ് വിദ്യാർത്ഥികൾ മദ്രസയിൽ നിന്ന് മടങ്ങി. ഓക്കെ. മസ്റൂരീന. തുല്ലാബ് ജം ആണ്, അതുകൊണ്ട് മുഫ്രദായ ഹാല് അത് ജമ്മായിരിക്കണം. മസ്റൂരീന എന്ന് പറഞ്ഞു. ഓക്കെ. ഇനിയുണ്ട് ചോദ്യം. ജാ അൽ വലദു ലാഹിക്കൻ. ഇവിടെ കലിമത്തു ലാഹിക്ക് ഫി ഹാദിഹിൽ ജുംല. ഈ ജുംലയിൽ ലാഹിക്ക് എന്ന കലിമത്ത് അതെ ഹാലാണ് അല്ലേ. ജാ അൽ വലദു വലദു വന്നു, ലാഹിക്കൻ ചിരിക്കുന്നവനായ സ്ഥിതിയിൽ വന്നു, ഹാലാണ്. അവിടെ നെഴുത്താകാൻ പറ്റൂലേ? നെഴുത്താകാൻ പറ്റൂല. എന്താ കാരണം? മാരിഫക്ക് സിഫത്തായിട്ട് മാരിഫേ വരുള്ളൂ അല്ലേ. മഫ്ഊലും ബി ആകാൻ പറ്റൂല. എന്താ കാരണം? മഫ്ഊലും ബി എന്താവത്ത്? മഫ്ഊലും ബി വേണമെങ്കിൽ ആക്കൊക്കെ ചെയ്യട്ടോ. ജാ അൽ വലതു വലതു വന്നു, ലായിക്കൻ ചിരിക്കുന്ന ആളുടെ അടുത്തേക്ക് വന്നു. ഇവിടെ ഇപ്പോൾ ഇവർ ഉദ്ദേശിച്ചത് ഇപ്പോൾ എന്താണ്? ഹാലാണ്. നമുക്ക് തൽക്കാലം ഇപ്പോൾ അങ്ങനെ ഹാലെന്ന് ഉത്തരം ചെയ്താൽ. വേറെ ചോദ്യം. റജഅ ത്വാലിബു മിൻ മദ്രസത്തിഹി മസ്റൂറൻ. നൗഉൽ ഹാലി ഫിൽ ജുംല. റജഅ ത്വാലിബു മിൻ മദ്രസത്തിഹി മസ്റൂറൻ. ഇവിടുത്തെ ഹാലിൻ്റെ നൗഅ് ജുംലത്തുൽ ഇസ്മിയ, ജുംലത്തുൽ ഫീലിയ, ശിബ്ഹ് ജുംല, മുഫ്രദ്. ഏതാണ്? യെസ്, മുഫ്രദാണ് കേട്ടോ. അൽ ഹാലു തകൂനു മജ്റൂറൻ മർഫൂഅൻ മൻസൂബൻ കുല്ലുൻ സഹീഹ്. ഓക്കെ. അൽ ഹാൽ എപ്പോഴും മൻസൂബായിരിക്കും. ഇനിയുണ്ടല്ലോ. ലൈസ മിനൽ മർഫൂഅത്തി. ലൈസ മിനൽ മർഫൂഅത്തി. സെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. എത്ര സിമ്പിൾ ചോദ്യങ്ങളാണ് സെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ. ലൈസ മിനൽ മർഫൂഅത്തി അൽ ഹാലു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈകിട്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വിഷയമാണ് തമ്മീസുമായി ബന്ധപ്പെട്ട ചർച്ച. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഹാലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കട്ടോ. പിന്നെ ചോദിച്ചോളൂ.